ഇത് ഓപ്പണിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷമാണ് വീണ്ടും ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹായ്, ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല, കുറച്ച് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് കരുതി. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമുക്ക് മൺഡേ ആകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോകാനേ തോന്നില്ല. നമ്മൾ ആദ്യം മൺഡേയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുന്നത് എപ്പോഴാണ് ഫ്രൈഡേ ആകുന്നത് എന്നല്ലേ. എൻ്റെ മാത്രമാണോ ഈ ഒരു ചിന്ത എന്ന് എനിക്കറിയില്ല. എന്നാൽ ജോലിക്ക് പോയതിന് ശേഷം എൻ്റെ മൈൻഡിൽ എപ്പോൾ മൺഡേ ആകും, ഫ്രൈഡേ ആകില്ലേ എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. ഞാനിതൊരു റിയാലിറ്റി തന്നെയാണ് പറയുന്നത്. പലർക്കും തമാശയായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് ഈ ഒരു വീഡിയോ എൻഡ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഏറ്റവും നല്ല കംഫർട്ട് സോണാണ് ഈ കാണുന്നത്. ഈ 2 പേരാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോൺ. ഇപ്പോഴത്തെ എന്നല്ല, എൻ്റെ കൂടെ എല്ലാവരും ഉള്ള ആരാണെങ്കിലും അവരെല്ലാവരും എൻ്റെ കംഫർട്ട് സോൺ തന്നെയാണ്. ഇവർക്ക് എൻ്റെ ഈ കൂടെ വരുന്നില്ലേ, ഇയാളാണ് ശശി. അവളുടെ പേര് ശശി എന്നാണ്. ശശികല, ഞാൻ ശശി എന്ന് വിളിക്കും. ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ ഒരാളാണ്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു തരും. ഒരിക്കലും ഓക്കെ നീ ശരിയാണ് ചെയ്തത്, നീ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നൊരിക്കലും പറയാറില്ല. തെറ്റാണെങ്കിൽ അതേ പോയിന്റോടെ ഞാൻ എന്ത് കരുതുമെന്ന് പോലും ചിന്തിക്കാതെ എനിക്ക് പറഞ്ഞു തരും. അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു സെക്കൻഡ് പേഴ്സണാണ് എൻ്റെ ഈ ക്യാമറാമാൻ. ഓക്കെ, ക്യാമറാൻ്റെ പേര് സിജോ എന്നാണ്. ഞാൻ സി എന്ന് വിളിക്കും. ആള് ഇന്ത്യക്കാരി അല്ല, സുഡോണിയാണ്. ആക്ച്വലി അവൾ ആദ്യമായി പരിചയപ്പെടുന്ന മലയാളിയും ഞാൻ തന്നെയാണ്, ആദ്യമായി സംസാരിക്കുന്ന മലയാളിയും ഞാൻ തന്നെയാണ്. അവൾ ആകെ ചെയ്ത തെറ്റതാണെന്ന് തോന്നുന്നു. ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഏറ്റവും എന്താ പറയുക, ആരും ജഡ്ജ്മെൻ്റലി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറില്ല. ശരി എന്ന് പറഞ്ഞാൽ ശരി, തെറ്റെന്ന് പറഞ്ഞാൽ അവിടെ തെറ്റാണ്. അതിലൊന്നും മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ വരുന്നത് ബാക്കി കുറച്ച് കൂട്ടങ്ങളാണ്. ഇവരും അതേപോലെ തന്നെയാണ്, ആ ഒരു കാറ്റഗറിയും. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലേ. യെസ്, ഇവരെ പറ്റി പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ഞങ്ങൾ 3 പേരും ഡിഫറെൻറ്റ് ലാംഗ്വേജാണ്. പക്ഷേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കത് തോന്നാറേ ഇല്ല. ഒരിക്കലും കമ്മ്യൂണിക്കേഷൻസ് ഞങ്ങൾ ബാലൻസ് ചെയ്യുന്നത് പലപ്പോഴും ഇമോഷൻസിലൂടെയാണെന്ന് തോന്നാറുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാറ്. ഒരാൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും, വന്ന് ചോദിച്ച് ക്ലിയർ ചെയ്ത് ആ ഒരു വ്യക്തിയെ ചിരിപ്പിക്കുന്നവരെയും കൂടെ ഉണ്ടാകും. അത് ഒരാളുടെ അല്ല, എല്ലാവരുടെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. ആ ഓഫീസിൻ്റെ മെയിൻ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. ഒരാളെയും അവരുടെ കമ്മ്യൂണിക്കേഷൻസിലൂടെ അല്ല, ഇമോഷൻസിലൂടെ, അവരുടെ ഫേസിലൂടെ, എല്ലാത്തിലൂടെയും എല്ലാവരും. ഓക്കെ, ഞാൻ പറയുന്ന ഈ ഒരു 3 പേര് മാത്രമല്ല, ഓഫീസ് ഫുള്ളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി അതിൽ ഹാപ്പി ആയി പോകും.